അമ്മക്ക് ഈ ദോശ ഇഡ്ഡലിയും പുട്ടും മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നുള്ള ഓവിമോളുടെ ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ്. എന്നാൽ പിന്നെ ആ പരാതി ഒന്ന് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചേ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂടുതൽ മസാലപ്പൊടികളുടെ പ്രഹസനങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ തൊട്ടടുത്ത പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാന്ന്. മുളക് പൊടിയും മഞ്ഞളോടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളിയും ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് ന്യൂഡിൽസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ന്യൂഡിൽസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ന്യൂഡിൽസ് വേവുന്ന സമയം കൊണ്ട് ഞാൻ 2 കാര്യങ്ങളും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് ചിക്കൻ അത് ഈ ഒരു ഷേപ്പിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് ഈ ഫ്രൈ പാനിലേക്ക് തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ചിക്കി എടുക്കാം. ഈ 2 കാര്യങ്ങളും സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂഡിൽസ് അതാ അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ സോയ സോസും ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ മുട്ടയും ചിക്കനും കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് ഈ മൂടി ഒന്ന് തുറന്ന സമയത്തുണ്ടല്ലോ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ആ സൈഡിലൊക്കെ. അപ്പൊ നമുക്കിത് ഓവിമോക്ക് കൊടുക്കാം കേട്ടോ. ഓവിമോൾ എന്തോ എഴുതും പഠിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ആൾക്കറിയാം കേട്ടോ ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നതെന്നുള്ളത്. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അപ്പോൾ കുറേ ദിവസമായില്ലേ പറയുന്നത്. നേരം വിയോൻ്റെ കൂടെ അടിയും പിടിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞ് പിടിച്ചിരുത്തിയതായിരുന്നു. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.